ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 3 കപ്പ് കൈമ റൈസാണ് എടുത്തത്. അരി നന്നായി കഴുകിയ ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. ഒരു പാനിൽ 1/4 കപ്പ് ഓയിൽ ചൂടാക്കിയ ശേഷം 3 ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം റൈസിൻസും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് 4 കഷ്ണം പട്ടയും 4 ഏലക്കായും 3 ഗ്രാമ്പു കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തതും 3 പച്ചമുളകും അല്പം കറിവേപ്പിലയുമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഈ ഓയിലിൽ കിടന്ന് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ചേർക്കാം. എന്നിട്ട് ഈ അരി ഒന്ന് ഈ ഓയിലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും ചേർത്ത് അരിയും വെള്ളവും ഒന്ന് യോജിപ്പിച്ച ശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും വിതറി കൊടുക്കാം. ഇനി ഈ ഗീ റൈസ് ഒരു സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈഡ് ഓനിയൻ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.